بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ത്വാഹ 112 മുതൽ 114 വരെയുള്ള 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. വമൻ യഅമൽ, ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വമൻ യഅമൽ, ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. വസത്തുൽ ഹൽഖ്, ഈ ഐനിൻ്റെ ഉച്ചാരണത്തിൽ തവസ്സുത്ത് എന്ന സിഫത്തും അതിനുണ്ടായിരിക്കുന്നതാണ്. വമൻ യഅമൽ മിനസ്സാലിഹാത്തി, ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വാദ് ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ്. സ്വരഭാരത്തോടെ സ്വാദിനെ ഉച്ചരിക്കണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിർത്തണം. സ്വ എന്ന ആ ശബ്ദം. എന്നാൽ ഇതേ പദത്തിൽ തന്നെ ഹ എന്ന അലിഫ് ദീർഘം ശ്രദ്ധിച്ചു നോക്കൂ. ഹ നേർവിപരീതമായ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തർക്കീഖ് നിലനിൽക്കുന്നു. അപ്പോൾ സ്വ എന്ന് പറയുമ്പോൾ അലിഫ് മുഫഖം, ഹ എന്ന് പറയുമ്പോൾ അലിഫ് മുറഖഖ്. സ്വാദ് മുഫഖം, ഹ മുറഖഖ്. ഇങ്ങനെ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നാം പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സാലിഹാതി വഹുവ മുഅ്മിനുൻ ഫലാ, വഹുവ, വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ശേഷം ഹ ദമ്മ നൽകി. വഹുവ, വീണ്ടും വാവ് ഉച്ചരിക്കപ്പെടുന്നു. മുഅ്മിനുൻ, മുഅ്മിനുൻ ഹംസ വ്യക്തമാക്കുക, അഥവാ മൂമിനുൻ എന്നായി പോകരുത്. മുഅ്മിനുൻ ഫലാ, തൻവീനിനെ ശേഷം ഫ വന്നതുകൊണ്ട് ഇഖ്ഫ ചെയ്ത് മറച്ച് മണിക്കണം. ഇഖ്ഫ ഹഖീഖി. ഈ ഇഖ്ഫയിൽ തർക്കീഖാണ് വേണ്ടത്. ആ മണിക്കലിൽ തർക്കീഖ് നൽകി മുഅ്മിനുൻ ഫല എന്ന് പറയണം. ഫ തർക്കീഖിൻ്റെ അക്ഷരമായതുകൊണ്ട്. ഫലാ യഖാഫു, യഖാഫു ഖാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാ. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം ഉണ്ടാവണം. യഖാഫു ഗുൽമൻ വലാ ഹദ്മ, ഗുൽമൻ എന്നതിലെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വാ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർത്ത് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുന്ന ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ട വാ. അതേപോലെ ഹദ്മ എന്ന് പറയുമ്പോൾ ദ്വാദ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണെങ്കിലും രണ്ടും തമ്മിൽ മഖ്റജിൽ വളരെ വലിയ അന്തരമാണ്. ദ്വാദ് നാവിൻ്റെ സൈഡിൽ നീളത്തിൽ, അരുനീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഗുൽമൻ, ഗുൽമൻ വലാ ഹദ്മ, ഹദ്മ. വകദാലിക, എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖ്. വകദാലിക അൻസൽനാഹു, സാക്കിനത്തായ നൂനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. ശേഷം സാ ഇഖ്ഫാൻ്റെ ഹർഫാണ്. അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ശേഷം സാക്കിനത്തായ റാഇനും തഫ്ഖീം. ഖുർ, ഖുർ, ഖുർആനൻ, നൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖുർആനൻ അറബിയ്യ, റാഇന് മാത്രം തഫ്ഖീം. അറബിയ്യ, അറബിയ്യൻ വസറഫ്ന, അറബിയ്യൻ ഈ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. വസറഫ്ന, സ്വാദിനും റാഇനും തഫ്ഖീം. സ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. റാ തഫ്ഖീം ചെയ്യപ്പെടുന്ന സന്ദർഭമാണ്. عربيا وصرفنا فيه من الوعيد
ഫീഹി മിനൽ വഈദ്. വഖഫ് ചെയ്യുമ്പോൾ വഈദ് ദാലിൽ ഖൽഖല കുബ്ര നൽകിയാണ് നല്ല പോലെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ദാലിൽ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുക. എന്നാൽ ഷദ്ദ് വരേണ്ടതില്ല, ശ്രദ്ധിക്കുക. മിനൽ വഈദി ലഅല്ലഹും യത്തഖൂൻ. ലഅല്ലഹും യത്തഖൂൻ സാക്കിന തമീം ഇദ്ഹാർ ശഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. യത്തഖൂൻ ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. ഔ യുഹ്ദിസു ലഹും ദിക്റാ. യുഹ്ദിസു ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. സ അതും ശ്രദ്ധിക്കേണ്ട ഹർഫാണ്. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം, മേലെ മുൻപല്ലും. യുഹ്ദിസു ലഹും ദിക്റാ സാക്കിന തമീമിനെ ഇദ്ഹാർ ശഫവി നൽകി ലഹും ദിക്റാ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. ദിക്റാ റാ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റായിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ് എന്നതും ശ്രദ്ധിക്കുക. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്. ഫതആല അല്ലാഹു. അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തടിപ്പിക്കണം. തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ലാമിനെ ഉച്ചരിക്കണം. ഫതആല അല്ലാഹു. അല്ലാഹു എന്ന് പറയുമ്പോൾ ലാമ് അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം എന്നതും ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റവും മുൻപല്ലും ചേർത്ത് പറയൽ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പറഞ്ഞു പോകരുത്. പല്ലിൻ്റെ ഉള്ളിൽ മുകളിൽ മോണയിൽ നിന്നാണ് ലാമിൻ്റെ ഉച്ചാരണം വരിക. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്. അൽ ഹഖ് ഖാഫിൽ ഖൽഖല കുബ്ര നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. ഖാഫിന് തഫ്ഖീമും നൽകേണ്ടതാണ്. ഇസ്തിഅലാൻ്റെ ഹർഫ് കൂടിയാണ്. വലാ തഅജൽ ബിൽ ഖുർആൻ. എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഖുർആൻ ഖാഫിന് തഫ്ഖീം, റായിനും തഫ്ഖീം. ബിൽ ഖുർആനി മിൻ ഖബ്ലി. മിൻ എന്ന സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. ഖാഫിന് മുമ്പിലായതുകൊണ്ട് തഫ്ഖീമും വേണം. മിൻ ഖബ്ലി ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഖബീലി എന്ന് ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. അയ്യുഖ്ദാ സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. അയ്യുഖ്ദാ. ഖാഫിന് യുഖു എന്ന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. തഫ്ഖീം നൽകുകയും വേണം. യുഖ്ദാ. ദാ എന്ന ദാദിൻ്റെ ശബ്ദത്തിലും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീമുണ്ട്. സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. യുഖ്ദാ ഇലൈക വഹ്യുഹു. ഇലൈക വഹ്യുഹു. വഖുർ റബ്ബി. വഖുൽ ഖാഫിന് തഫ്ഖീം. ലാമ് സാക്കിനത്തായ ലാമിനെ റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം കാമിൽ. ലാമിൻ്റെ ശബ്ദം അല്പം പോലും ഉണ്ടാവില്ല. സാക്കിനത്തായ ലാമ് ലയിപ്പിക്കേണ്ട സന്ദർഭമാണിത്. വഖുർ റബ്ബി സിദ്നി ഇൽമ. റായിന് തഫ്ഖീമാണ്. റബ്ബി സിദ്നി ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. സിദ്നി ഇൽമ. വലഖദ്. ഇത്രയുമാണ് 114 വരെ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. فتعالى الله الملك الحق. ولا تعجل بالقرآن من قبل أن يقضى
وحيه وقل رب زدني علما